ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻ എക്സ്പ്ലെയിനർ. അപ്പോൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന സോളോ ലെവലിംഗ് സീസൺ 2 സീസൺ 2 എപ്പിസോഡ്സ് എല്ലാം സാറ്റർഡേ രാത്രി 11 മണിക്ക് ഇന്ത്യ റിലീസാവും. അപ്പോൾ എല്ലാ ദിവസം സൺഡേ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് ശ്രമിക്കുക. അതുപോലെ തന്നെ സോളോ ലെവലിംഗ് സീസൺ 2 എല്ലാ എപ്പിസോഡ്സും കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യു ഓൾ നോ നായകന്റെ പേര് സഞ്ജിയോ എന്നാണ്. സഞ്ജിയോ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവനൊരു കോൾ വരികയാണ്. കോൾ വിളിക്കുന്ന അവൻ അനിയത്തിയാണ്. നീ എവിടെ എത്ര മണിയായി? നിനക്ക് എനിക്കെതിരെ സമയമായില്ലേ? അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ കുറച്ച് ടയേർഡായിരുന്നു. എനിവേ വിളിച്ച കാര്യം എന്താണ്? അപ്പോഴാണെങ്കിൽ അവൻ അനിയത്തി പറയുന്നുണ്ട്, നിന്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇന്നാണ് എന്റെ സ്കൂളിലത്തെ പാരന്റ്സ് മീറ്റിംഗ്, നീയല്ലേ പാരന്റായിട്ട് വരേണ്ട. ഓ വരണോ അല്ലേ, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ ചാടി എണീക്കുന്നുണ്ട്. സഞ്ജീവോ ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് അപ്പ് ആയതിനു ശേഷം അവളുടെ സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പൊ അവള് പറയാണ് ഇവനോട്, ശരിക്കും നീ ചേട്ടൻ തന്നെയാണോ? എന്താണ് നിങ്ങൾക്ക് കണ്ണുടെ നിന്റെ ചേട്ടൻ തന്നെയാണ് എന്ന് സഞ്ജീവ് അവന്റെ അനിയത്തിനോട് പറയുന്നു. ലോകമെമ്പാടും ഗേറ്റ് എന്ന സാധനം ഓപ്പൺ ആയിട്ട് ഇന്നേക്ക് 10 വർഷമായി. ഗേറ്റിന്റെ അപ്പുറത്തുള്ള ഡഞ്ചൻസ് അഥവാ ഡീമൺസ് എന്നും ചെകുത്താമാരെന്നും പറയാം, അവരെടുത്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സഞ്ജീവോ എന്ന് പറയുന്ന ചെറുക്കൻ ചേരുകയാണ്. അവന്റെ അമ്മന്റെ ഓപ്പറേഷനുള്ള പൈസയ്ക്കും പിന്നെ അവന്റെ അനിയത്തിക്ക് തുടർന്ന് പഠിക്കാനുള്ള പൈസയ്ക്കും വേണ്ടിയാണ് അവൻ ഈ ഡഞ്ചൻസിനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത്. അവന്റെ റാങ്ക് ഉള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും ലോവസ്റ്റ് റാങ്ക് ആയിട്ടുള്ള ഈ റാങ്ക് ആണ്. പൊതുവെ അവീക്കണിങ്ങിന് ശേഷം വലിയ പവർ ഒന്നും അവീക്കണ അയാൾക്ക് കിട്ടാറില്ല. അതിനുശേഷം സീസൺ 1 എല്ലാ കഥയും ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഒരാൾ പറയുന്നുണ്ട്. സീസൺ 1 ഡബിൾ ഡഞ്ചൻ അറ്റാക്ക് തൊട്ട് സഞ്ജു ഷാഡോ മൊണാർച്ച് ആയതുവരെ എന്ന് പറയുമ്പോൾ അവിടുത്തെ എല്ലാ സോൾജേഴ്സിനെ ഷാഡോ മെമ്പേഴ്സ് ആക്കുന്നവരെയുള്ള കഥ പറയാണ്. അതിനുശേഷം സഞ്ജുവിന്റെ അനിയത്തി സഞ്ജുയോട് ചോദിക്കുകയാണ്, എനിക്കറിയാം ഇപ്പോഴും സിംഗിൾ ആണെന്ന്, അപ്പം എന്റെ ഏതെങ്കിലും ഫ്രണ്ടിനോട് നിങ്ങൾക്ക് സെറ്റ് ആക്കി തരണം. അപ്പോഴാണ് ഞാൻ പറയുന്നത് അവളുടെ കവളി പിടിച്ച ശേഷം മര്യാദയ്ക്ക് നടക്കണമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സഞ്ജു അവളുടെ ടീച്ചറിനെ കാണുന്നുണ്ട്. അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അവളെ സ്റ്റഡീസ് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അവൾ ആഗ്രഹിച്ച പോലെ തന്നെ മെഡിക്കൽ സ്കൂളിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കും എന്ന് ടീച്ചർ അവനോട് പറയാം. സഞ്ജു ഇത് എനിക്ക് നിന്നോട് ചോദിക്കണമെന്ന് അറിയില്ല, എന്നാലും ചോദിക്കുകയാണ്, നിന്റെ അനിയത്തി അവേക്കനിങ് ആയതിനു ശേഷം ഒരു ഹണ്ടർ ആക്കുമോ? അപ്പോഴാണെങ്കിൽ അവ കേട്ടപ്പോൾ തന്നെ പറയാണ്, ഇല്ല ഞാൻ ഹണ്ടർ ആക്കില്ല. എന്തുകൊണ്ടാണ് മാഡം എന്നോട് ചോദിച്ചത്? അപ്പോഴാണെങ്കിൽ ടീച്ചർ അവന്റെ അടുത്ത് എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അതിനുശേഷം സഞ്ജു കഴിഞ്ഞ സീസണിലെ ലാസ്റ്റ് എപ്പിസോഡിൽ അവന്റെ ടീമിന്റെ ഒരു പെൺകുട്ടിയെ കാണാൻ പോകുന്നുണ്ട്. സഞ്ജു എന്താടാ നീ ഇവിടെ? അപ്പോഴാണെങ്കിൽ സഞ്ജു അവൻ അനിയത്തിക്ക് ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കണം. ഓ നീ അവളുടെ ബ്രദറാണ്, നീ ഇവിടെ എന്തിനാണ് വന്നതെന്ന് എനിക്കറിയാം, മറ്റേ ടീച്ചർ പറഞ്ഞു വിട്ടിട്ടല്ലേ. അപ്പോഴെങ്കിൽ അവൻ പറയുന്നുണ്ട് നീ ഒരു ഈ റാങ്ക് ഹണ്ടർ ആണ് എന്ന് പറയുമ്പോൾ ലോവറിൽ ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു റാങ്ക് ആണിത്, എന്നിട്ടും നീ ഫൈറ്റ് ചെയ്യുന്നില്ല, നിനക്ക് പഠിച്ചൂടെ? അപ്പോഴെങ്കിൽ അവൾ പറയുന്നുണ്ട് അത് താൻ പറയേണ്ട ഒരു ആവശ്യമില്ല, കാര്യം താനും ഒരു ഈ റാങ്ക് ഹണ്ടർ ആണ്, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും മിണ്ടാതെ എന്റെ പുറകെ ഫോളോ എന്ന് പറഞ്ഞിട്ട് സഞ്ജു അവളെയും കൊണ്ട് ഒരു സ്ഥലത്ത് പോവുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഒരു ഹണ്ടർ കൊറിയയിലോട്ട് വരികയാണ്. ആ ഒരു ഹണ്ടറിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ വോങ് ഡോങ് സുങ് എന്നാണ്. നമുക്ക് ഇയാളെ വോങ് എന്ന് വിളിക്കാം. ഇവനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ഒരാൾ നിപ്പുണ്ട് അവിടെ. അപ്പോഴാണെങ്കിൽ ഇവൻ പറയുന്നുണ്ട് എന്റെ ജോലി കഴിഞ്ഞ ഉടൻ തന്നെ ഈ ഒരു കൺട്രി വിട്ട് ഞാൻ പോകുന്നതായിരിക്കും. അപ്പോഴെങ്കിൽ അവിടെ നിന്നിരുന്നവൻ വോങ്ങിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്കറിയാം, മറ്റേ രണ്ടുപേരെ കാണാനല്ലേ, നീ ഇതുവരെ ഒന്നും കണ്ടില്ല കേട്ടില്ല പറഞ്ഞ കുറെ അഭിനയിച്ചല്ലോ, അപ്പം ഇതും അതുപോലെ അഭിനയിച്ചൂടെ എന്ന് അവനാണെങ്കിൽ വോങ്ങിനോട് പറയാം. അവനെ രക്ഷിക്കാൻ വല്ല നീ നോക്കുകയാണെങ്കിൽ എന്റെ അറ്റാക്ക് നിനക്ക് പോലും താങ്ങാൻ പറ്റില്ല എന്ന് വോങ് അവന് റിപ്ലൈ കൊടുക്കുകയാണ്. എന്റെ ജോലിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആ ഒരു അസിസ്റ്റന്റ് അവനോട് പറയുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് വേറൊരു സ്ഥലം കാണിക്കുകയാണ്. ആ ഒരു സ്ഥലത്ത് അവർക്ക് കിട്ടിയ ഹാൻഡ് സാമ്പിൾ വെച്ചിട്ട് വിങ്സ് വന്നിട്ടുണ്ടെന്ന് ചെയർമാനോട് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെയർമാൻ അവന് റിപ്ലൈ കൊടുക്കുകയാണ്, ഇപ്പോഴത്തേക്ക് അവർ പറക്കാൻ മാത്രമേ നോക്കുള്ളൂ, പക്ഷെ കുറച്ചു കാലം കഴിയുകയാണെങ്കിൽ അത് വലിയ പണിയായി മാറും നമുക്ക്. അവിടെ നിന്ന് കട്ട് ചെയ്ത് സഞ്ജുവിനെ കാണിക്കണം. അപ്പോൾ സഞ്ജു ആണെങ്കിൽ അവന്റെ അടുത്ത ഡഞ്ചൻ മിഷന് വേണ്ടി അവന്റെ പോർട്ടലിനടുത്ത് നിൽപ്പുണ്ട്. ആണെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾ പറയാണ്, എനിക്ക് സഞ്ജുവിനെ അറിയാം, സഞ്ജു കറക്റ്റ് സമയത്തിലാണ് എന്നെ കോൺടാക്ട് ചെയ്തത്, അതും പോരാൻ ഇപ്പൊ ട്രെയിനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല ഈ ഒരു പെൺകുട്ടിയും കൂടെ നമ്മളെ കൂടെ ഈ മിഷനുണ്ടോ? അപ്പോഴെങ്കിൽ സഞ്ജു പറയുന്നുണ്ട് അത് ഈ ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ട്. ഇവർ നിൽക്കുന്ന ആ പോർട്ടൽ ഒരു സി റാങ്ക് പോർട്ടലാണ്. അപ്പോഴെങ്കിൽ അവിടെ ഒരാൾ വരികയാണ്. എന്നിട്ട് പറയാം, നമ്മളുടെ പിക്നിക്കിനല്ല വന്നത്, നമ്മൾ ഹണ്ടിങ്ങിനാണ് വന്നത്. ആരാണിത് എന്ന് ഹീറോ അടുത്തേക്കുന്ന ആളോട് ചോദിക്കുകയാണ്. അപ്പോഴെങ്കിൽ അടുത്തേക്കുന്ന ആൾ പറയാണ്, ഇതാണ് കിങ് ജോംബു, ഒരു എ റാങ്ക് ഹണ്ടർ. എന്ത് എ റാങ്കോ എന്ന് പറഞ്ഞ് സഞ്ജു ജസ്റ്റ് അത്ഭുതപ്പെടുന്നുണ്ട്. അപ്പോഴെങ്കിൽ അയാൾ പറയുന്നുണ്ട് ഇയാൾ തന്നെയാണ് നമ്മൾ പോകുമ്പോൾ മിഷനിലത്തെ ലീഡർ. എ റാങ്ക് ഹണ്ടർ ആണെങ്കിൽ വന്നപ്പോൾ തന്നെ പറയാണ്, എനിക്ക് ഈ റാങ്ക് ഹണ്ടേഴ്സ് ഒന്നും ഇഷ്ടമല്ല. ഈ റാങ്കിൽ 1, സി റാങ്കിൽ 5, ബി റാങ്കിൽ 3, പിന്നെ സഞ്ജുവും പിന്നെ സഞ്ജുവിനെ കുണയ്ക്കുന്ന പെൺകുട്ടിയും ടോട്ടലി 10 പേരാണ് ഈ ഒരു പോർട്ടലിനകത്തൂടെ പോകാൻ പോകുന്നത്. ഞാൻ ഇവളെ ഇത്രയും ദൂരം താണ്ടി എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഇവളെ മനസ്സ് എങ്ങനെയൊക്കെ മാറും വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഇവളെ പേര് എടുത്ത് പറഞ്ഞിട്ട് ഇവളെ മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോഴെങ്കിൽ നേരത്തെ കണ്ട ആൾ സഞ്ജുവിന്റെ അടുത്ത് വന്നതിന് ശേഷം പറയുന്നുണ്ട്, പുതിയതായിട്ട് വന്ന ആൾ സപ്പോർട്ട് ചെയ്യും ഹണ്ടിങ്ങിനൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴെങ്കിൽ സഞ്ജു പറയുന്നുണ്ട് ആ ചെയ്യാന്നൊക്കെ. അതിനുശേഷം എല്ലാവരും ആ പോർട്ടലിനകത്ത് കയറാൻ തുടങ്ങിയാണ്. അപ്പോഴെങ്കിൽ അവൾ സഞ്ജുവിന് പറയാണ് നീ ആദ്യം കയറും. അപ്പോഴെങ്കിൽ അവൻ പറയാണ് ഇല്ല നീ ആദ്യം കയറും. അങ്ങനെ എല്ലാവരും പോർട്ടലിനകത്ത് കയറി സഞ്ജു കൂടെ കയറുമ്പോൾ അവൻ എന്തൊക്കെയോ റോങ് ആയിട്ട് ഫീൽ ചെയ്യാണ്. പിന്നീട് ഒരു കാര്യം മനസ്സിലാവുന്ന ആ ഒരു പോർട്ടലിന്റെ നിറം മാറി റെഡിലോട്ട് പോവുകയാണ്. സഞ്ജു മാക്സിമം അവളെയും കൂട്ടി പോർട്ടലിന്റെ പുറത്ത് പോകാൻ നോക്കുന്നുണ്ട്, പക്ഷേ പുറത്ത് പോകാൻ പറ്റുന്നില്ല, പോർട്ടൽ ക്ലോസ് ആവുകയാണ്. എന്താ പറയുന്നത്, സി റാങ്ക് ഗേറ്റ് ഇപ്പൊ റെഡ് കളർ ഗേറ്റിലോട്ട് മാറിയോ, എന്നെ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ കോൾ കട്ട് ചെയ്യുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് സഞ്ജുവോ കണ്ണോർക്കുമ്പോൾ ഒരു മഞ്ഞ് പെയ്യുന്ന ഒരു മഞ്ഞ് പ്രദേശത്തിലാണ് വന്നിരിക്കുന്നത്. അവ മാത്രമല്ല അവരെല്ലാവരും. നമ്മളിപ്പം എവിടെയാണുള്ളത്? അപ്പോഴെങ്കിൽ ഹീറോ പറയാണ്, നമ്മളിപ്പം ഉള്ളത് ഒരു റെഡ് ഗേറ്റിലാണ് എന്ന് പറയുമ്പോൾ സാധാരണ ഗേറ്റ് പോലത്തെ ഗേറ്റ് അല്ല റെഡ് ഗേറ്റ്, നമ്മളുടെ വേൾഡുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ഗേറ്റ് ആണ് ഇത്. ഈ ഒരു ഗേറ്റ് വേറൊരു വേൾഡുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവിടെ നിന്നും പോകണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. അത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ബോസിനെ കണ്ടുപിടിച്ച് കൊല്ലണം, അതുമല്ലെങ്കിൽ ഇവിടുത്തെ ഗേറ്റ് ഓപ്പൺ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. റെഡ് ഗേറ്റിൽ വരുന്ന മോൺസ്റ്റേഴ്സ് ഒക്കെ സാധാരണ മോൺസ്റ്റേഴ്സിനെ പോലെയല്ല, ചിലപ്പോൾ മാജിക് യൂസ് ചെയ്യാൻ പറയുന്ന മോൺസ്റ്റേഴ്സ് വരെ വന്നിരിക്കാം. എന്തൊക്കെ പറഞ്ഞാൽ ഇതൊരു സി റാങ്ക് ഗേറ്റ് അല്ലേ എന്ന് പറഞ്ഞവല്ല ആരും അറ്റാക്ക് ചെയ്യണം, അവരുടെ തലയ്ക്കാണ് അറ്റാക്ക് കിട്ടിയത്. അതിലൊരു അറ്റാക്ക് സഞ്ജു
സഞ്ജുവിനും കൂടെ ചെയ്യുന്നുണ്ട്. സഞ്ജു സിമ്പിൾ ആയിട്ട് എന്റെ കൈ കൊണ്ട് നിർത്തുന്നുണ്ട്. ഇവർ അറ്റാക്ക് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഐസ് എൽപ്പ് എന്ന് പറഞ്ഞ മോൺസ്റ്റേഴ്സ് വളരെയധികം ദൂരത്തിൽ നിന്നുകൊണ്ടാണ് ഐസ് എൽപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു മോൺസ്റ്റർ ഇവർ അറ്റാക്ക് ചെയ്തത്. അത് ആ ബി റാങ്കിലത്തെ പെൺകുട്ടി കാണുകയാണ്. ഈ ഒരു ഐസ് എൽപ്പ് ആദ്യം വീക്കേഴ്സിനാണ് ആദ്യം അറ്റാക്ക് ചെയ്യുന്നത്. 2 മാസത്തിന് മുമ്പത്തെ ഞാൻ ഇവിടെ നിൽക്കുന്നതായിരുന്നെങ്കിൽ ഞാനായിരിക്കും ആദ്യം മരിക്കാൻ പോകുന്നത്. ഇതുപോലെ ഐസ് എൽപ്പ് ചെയ്യുന്ന കണ്ടിട്ട് ഹീറോയ്ക്ക് ദേഷ്യം വരികയാണ്. ബ്രദർ, ഈ ഒരു ഐസ് എൽപ്പ് എന്ന് പറഞ്ഞ സംഭവം വളരെ ഡേഞ്ചർ ആണ്. ഈ ഒരു ഐസ് എൽപ്പിനെ നമ്മൾ ഐസ് ലയേഴ്സ് എന്ന് വിളിക്കും എന്ന് ആ പെൺകുട്ടി അവനോട് പറയാണ്. ആ എയറാങ്കാരുടെ ലീഡർ പറയാണ് സിറ്റുവേഷൻ വളരെ മോശമാണ്. ആസ് എ ലീഡർ എന്ന നിലയ്ക്ക് ഞാൻ ഈ ടീമിനെ രണ്ടായിട്ട് പിരിക്കാൻ പോവുകയാണ് എന്താണെന്ന് പറഞ്ഞ് ഹീറോ ഷോക്ക് ആവുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും മറ്റേ എ റാങ്ക് 100 അടുത്ത് പറയാണ് നമ്മളും കൂടെ ചേർന്നുണ്ട് ഇതിന്റെ ടീമിൽ. അപ്പോഴെങ്കിൽ അയാൾ പറയുന്നുണ്ട് സി റാങ്കിന് താഴെയുള്ള ആരും എന്റെ ടീമിൽ കയറണ്ട. ഇവിടുത്തെ 1 മണിക്കൂർ മിക്കവാറും വെളിയിൽ ഒരു ദിവസമായിരിക്കും. അതുകൊണ്ട് തന്നെ മിക്കവാറും ബോസിനെ കൊല്ലാൻ വേണ്ടി ചിലപ്പോൾ മാസങ്ങൾ വരെ ആയിരിക്കും. പെട്ടെന്ന് തന്നെ ബോസിനെ കണ്ടുപിടിച്ച് കൊന്നില്ലെങ്കിൽ നമ്മളിവിടെ തണുത്ത് മരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടത് സാധനമൊക്കെ എനിക്ക് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് സി റാങ്കിന് താഴെയുള്ള മെമ്പേഴ്സിനെ പറയാണ് ഞാൻ ഈ ടീമിൽ നിന്നും ഇറങ്ങി അപ്പുറത്തെ ടീമിൽ പൊക്കോളാം എന്ന് പറഞ്ഞ മറ്റേ ബി റാങ്കിലെ പെൺകുട്ടി പറയാണ്. ടീമിൻസിനെ ദൂരെ നിന്ന് കണ്ടോ, ഇവൻ ഈ റാങ്ക് തന്നെയാണോ അതോ എ റാങ്കോ എന്ന് പറഞ്ഞിട്ട് ഡൗട്ട്ഫുൾ ആയിട്ട് ആ പെൺകുട്ടി അവരെ ഗ്രൂപ്പിലോട്ട് കയറുകയാണ്. നമ്മൾ സ്ട്രേറ്റ് റൂട്ടിൽ പൊക്കോളാം എന്നാൽ എ റാങ്ക് 100 പറയാണ്. അപ്പോഴെങ്കിൽ ഹീറോ പറയാണ് നമ്മൾ കാടിന്റെ അകത്ത് പൊക്കോളാം. എനിവേ ഗുഡ് ലക്ക് എന്ന് എ റാങ്ക് 100 പറയാണ്. അപ്പോഴെങ്കിൽ സഞ്ജു പറയണം എനിക്ക് അത് തന്നെയാണ് നിന്റെ അടുത്തും പറയാനുള്ളത്. അതിനുശേഷം എ റാങ്ക് 100 ഗ്രൂപ്പ് ആണെങ്കിൽ ഒരു മാർക്ക് കാണുകയാണ്. അത് ബിയേഴ്സിന്റെ മാർക്കാണ്. മിക്കവാറും ഇപ്പൊ തന്നെ മറ്റേ ഗ്രൂപ്പിലത്തെ മെമ്പേഴ്സ് എല്ലാം മരിച്ചു കാണും ബിയേഴ്സിന്റെ അറ്റാക്ക് കാരണം. അപ്പുറത്തെ ടീമിലത്തെ ആൾക്കാർ ജസ്റ്റ് ട്രെയിനിങ് പോലും ചെയ്തിട്ടില്ല, പിന്നെ അവരെ സർവൈവ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിനെ പറ്റി ഒരു പരദൂഷണം പറയുന്ന വരത്തെയാണ്. അപ്പുറത്തെ ടീമിലുള്ള എല്ലാവരും ബി റാങ്കിന് താഴെയുള്ള മെമ്പേഴ്സ് ആണ്. പിന്നെ എന്തിനാ അവൻ ലീഡറായി നിൽക്കുന്നു എന്ന് ഇവ ആലോചിച്ച് നോക്കിയാണ്. അങ്ങനെ അവ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കുറെ ജയന്റ് പോളാർ ബിയേഴ്സ് വരുന്നത്. അവനൊരു എ റാങ്ക് 100 ആയതുകൊണ്ട് തന്നെ ഒരു പോളാർ ബിയറിനെ സിമ്പിൾ ആയിട്ട് കൊല്ലുകയാണ്. പക്ഷെ അവിടെ കുറെ പോളാർ ബിയേഴ്സ് വരികയാണ്. അവിടെ നിന്ന് കാട്ടി സഞ്ജുവിന്റെ ടീം കാണിക്കുകയാണ്. അപ്പൊ സഞ്ജുവിന്റെ ടീമിൽ മറ്റേ ബി റാങ്ക് പെൺകുട്ടി പറയാണ് വെയിറ്റ് ഇത് പോളാർ ബിയറിന്റെ മാർക്കല്ലേ, അപ്പം ഇതൊരു പോളാർ ബിയറിന്റെ ഫോറസ്റ്റ് ആയിരിക്കും, നമുക്ക് അകത്തോട്ട് പോകണ്ട എന്നാ പെൺകുട്ടി പറയണം. അപ്പൊ സഞ്ജുവോ പറയാണ് പേടിക്കണ്ട, കാര്യം ഐസ് ബിയേഴ്സ് ഉള്ള സ്ഥലത്താണെങ്കിൽ ഐസ് ബിയേഴ്സ് മാത്രമേ കാണുള്ളൂ, പിന്നെ ഐസ് ബിയേഴ്സ് ഉള്ള സ്ഥലത്താണെങ്കിൽ ഐസ് എൽഫ്സും കാണാറില്ല. അതുകൊണ്ട് ഐസ് ബിയറിന്റെ ടെറിട്ടറീസ് ഒക്കെ നമുക്ക് സിമ്പിൾ ആണ്. കാര്യം ഐസ് ബിയറിന്റെ ടെറിട്ടറിയിൽ ഐസ് ബിയേഴ്സ് മാത്രമേ വരാറുള്ളൂ. ഇത് ഞാൻ ആലോചിച്ച പോലെ നോക്കിയില്ല എന്നാ ബി റാങ്ക് പെൺകുട്ടി പറയാണ് ഈ ഒരു സ്ഥലം ഭയങ്കര കോൾഡ് ആയിട്ടുണ്ടല്ലേ എന്നും പറഞ്ഞിട്ട് അവനവന്റെ ഇൻവെന്ററി തുറന്നതിന് ശേഷം കുറെ ജാക്കറ്റ്സ് എടുത്ത് എല്ലാവർക്കും കൊടുക്കുകയാണ്. ഇത് കണ്ട് അവർ നെട്ടിയാണ്. കാര്യം എ റാങ്ക് 100 പോലും 2 കൂടുതൽ സാധനം അവർ ഇൻവെന്ററി സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പോഴെങ്കിൽ മറ്റേ പെൺകുട്ടി ഇവനോട് ചോദിക്കുകയാണ് ബ്രദർ ശരിക്കും താങ്കൾ ആരാണ്? അപ്പോഴെങ്കിൽ അവൻ പറയുന്നുണ്ട് ഞാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്നും പറഞ്ഞിട്ട് അവൻ അവളുടെ തലയെ തലോടുന്നുണ്ട്. അപ്പോഴെങ്കിൽ അവിടെ കുറെ ഐസ് ബിയേഴ്സ് വരെയാണ്. അപ്പോഴെങ്കിൽ സഞ്ജുവോ അവന്റെ ടൈറ്റിൽ മാറ്റുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് റെഡ് പോർട്ടലിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ കാണിക്കണം. അപ്പോഴെങ്കിൽ അവർ പറയാണ് ഇതിനകത്ത് പോകാൻ ഒരു വഴിയുമില്ല, ഇത് സീൽഡ് ആയിരിക്കുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം ഇതിനകത്ത് പോയ എ റാങ്ക് 100 മാത്രം തിരിച്ചു വരും, ഇല്ലെങ്കിൽ അവനും മരിച്ചു പോകും. സാർ ഇതിനകത്ത് പോയ ഒരാൾ എനിക്കറിയാം. അപ്പോഴെങ്കിൽ അയാൾ ചോദിക്കണം ആരാണത്? അയാളുടെ പേര് സഞ്ജീവോ എന്നാണ്. ചിലർ പറയുന്നുണ്ട് അയാൾ റീഅവേക്കണായിട്ടുണ്ടോ. പറഞ്ഞുള്ള അറിവേ ഉള്ളൂ, അല്ലാതെ അവൻ റിയലി റീഅവേക്കണായിട്ടുണ്ടോ? അപ്പോഴെങ്കിൽ അവൻ പറയാണ് ഇല്ല അതെനിക്ക് അറിയില്ല. അപ്പോഴാണ് അവിടെ കാറിൽ വോങ് വന്ന് ഇറങ്ങുന്നത്. നീയാണോ? ഓ നീ ഇവിടെ ഉണ്ടായിരുന്നു, നിന്നെ ഇവിടെ കാണുന്ന ഒട്ടും പ്രതീക്ഷിച്ച പോലെ നോക്കി. അമേരിക്ക ഇരുന്ന് നീ എന്താണ് ഇപ്പൊ കൊറിയയിലോട്ട് വന്നത്? അപ്പോഴെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചോദിച്ചവന്റെ അടുത്ത് വോങ് ചോദിക്കുകയാണ്. അത് തന്നെയാണ് എനിക്ക് നിന്റെ അടുത്തും ചോദിക്കാനുള്ളത്, എന്തിനാണ് നീ ബി റാങ്കിന് താഴെയുള്ള മെമ്പേഴ്സിനെ ഈ ഒരു ഗെയിമിന്റെ അകത്ത് പോകാൻ അലോ ചെയ്തത്? സംഘ് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഹീറോനെയാണ്. എന്നാലും സഞ്ജുവോ നീ ഇതിനകത്ത് പെട്ടുപോയലോടാ, നീ റെഡ് ഗേറ്റിൽ നിന്ന് പുറത്ത് വരില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ മരിച്ചോ? കാര്യം അതിനകത്തുള്ള എല്ലാം പവർഫുൾ ഡീമൺസ് ആയിരിക്കും. ഇതൊരു റെഡ് ഗേറ്റ് ആയിപ്പോ, ഇല്ലെങ്കിൽ ഇതിന്റെ അകത്ത് എന്തിനെങ്കിലും വന്നേനെ. പിന്നെ സഞ്ജുവോ നിന്നെ എന്റെ കൈ കൊണ്ട് തീർക്കണമെന്ന് എന്റെ ആഗ്രഹമായിരുന്നു, പക്ഷെ ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല. അതേസമയം ഗേറ്റിന്റെ അകത്ത് സഞ്ജുവോ ലാസ്റ്റ് ബിയറിനെ സിമ്പിൾ ആയിട്ട് ഇടിച്ച് ഡിഫീറ്റ് ചെയ്യുകയാണ്. ഇതൊരു റെഡ് ഗേറ്റ് ആയതുകൊണ്ട് തന്നെ ഡിഫീറ്റ് ചെയ്തപ്പോൾ തന്നെ ഹീറോയ്ക്ക് കുറെ പോയിന്റ്സ് കയറണം, അതുപോലെ തന്നെ അവന് ലെവലപ്പ് ആവുകയാണ്. അപ്പോഴെങ്കിൽ ആ ഒരു ബി റാങ്കിലെ പെൺകുട്ടി ഇവനോട് വന്നിട്ട് ചോദിക്കണം ശരിക്കും താങ്കൾ ആരാണ്? അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇവർ കൊന്ന ബിയേഴ്സിനെ എന്നെ കുക്ക് ചെയ്ത് കഴിക്കുകയാണ്. ഇത്രയൊക്കെ നടന്നിട്ടും അവൻ ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞിട്ട് അവൻ പി ജി ചെയ്യാൻ പോയിരിക്കുകയാണല്ലോ. അതേസമയം ഹീറോ ആണെങ്കിൽ ആ ബിയേഴ്സ് ഉള്ള സ്ഥലം മൊത്തം കണ്ടുപിടിക്കുകയാണ്. നോക്കുമ്പോൾ അവിടെ നിറച്ച് ഐസ് ബിയേഴ്സ് ആണ്. പക്ഷേ ഇപ്പൊ സഞ്ജീവോ ഒറ്റയ്ക്കല്ലല്ലോ, വെളിയിലോട്ട് വാ എന്ന് പറയുന്ന ആ ഒരു സെക്കൻഡിൽ തന്നെ അവന്റെ ഷാഡോ സോൾജേഴ്സ് ഒക്കെ അവിടെ വരികയാണ്, ഇൻക്ലൂഡിങ് ഇഗ്രീസ് വരെ. അതിനുശേഷം ഷാഡോ സോൾജേഴ്സ് എല്ലാവരും സിമ്പിളായിട്ട് വരുന്ന എല്ലാ ബേഴ്സിനെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഫൈറ്റ് ഇടയ്ക്ക് വെച്ചും ഈ ഒരു ഐസ് ബേസിന്റെ അറ്റാക്ക് കാരണം ചില സോൾജേഴ്സ് ഒക്കെ ഡിസപ്പിയർ ആവുന്നുണ്ട്. പക്ഷെ സഞ്ജീവോയ്ക്ക് MP ഉള്ളത് വരെ ഡിസപ്പിയർ ആയി പോയ ഷാഡോ സോൾജേഴ്സ് ഒക്കെ വീണ്ടും വന്നുകൊണ്ടിരിക്കും. നോക്കുമ്പോൾ സഞ്ജീവോന്റെ MP ഒക്കെ സ്പീഡിൽ തീരാൻ തുടങ്ങിയാണ്. എന്താന്ന് വെച്ചാൽ അവരെയൊക്കെ ബോസ് ആയിട്ടുള്ള ബിയർ ബോസ് വരികയാണ് അവിടെ. അപ്പോൾ തന്നെ അവന്റെ മൊത്തം MPയും തീരുകയാണ്. എന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്ന എല്ലാ ഷാഡോ മെമ്പേഴ്സും മരിച്ചു. സഞ്ജീവ് ആണെങ്കിൽ ഇഗ്രിസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇഗ്രിസ് ആണെങ്കിൽ സിമ്പിളായിട്ട് ഫ്രണ്ടോട് വന്നതിന് ശേഷം പതിയെ കൊല്ലാൻ തുടങ്ങിയാണ്. ആദ്യം അതിന്റെ കാല് വെട്ടി, പിന്നെ ദേഹത്തിൽ കുറച്ച് മുറിവ് വരുത്താൻ നോക്കി, പിന്നെ അവസാനം അവന്റെ തലയും വെട്ടി. ഇഗ്രീസ് സ്വോർഡ് ഉപയോഗിക്കാതെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇഗ്രീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം അവന്റെ മൊത്ത പവർ ആ സ്വോർഡ് തന്നെയാണ് എന്ന് ഹീറോ അവിടെ മനസ്സിലാക്കിയാണ്. എനിക്ക് തോന്നുന്നു നീ എന്നെക്കാട്ടി പവർഫുൾ ആണ്, പക്ഷേ ഇപ്പോഴത്തെ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഈക്വൽ ആണ് എന്ന് ഇഗ്രീസിനോട് അവൻ പറയാണ്. ആ മോനെ നീ നന്നായിട്ട് ഫൈറ്റ് ചെയ്തടാ എന്ന് ഇഗ്രീസിനോട് അവൻ പറയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് ആ ഒരു എ റാങ്ക് 100 ടീം കാണിക്കണം. അപ്പോഴെങ്കിൽ ആ എ റാങ്ക് 100 ടീമിൽ ആ ഒരു 100 ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും മരിച്ചിരിക്കുകയാണ്. ഇതിനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല, ഇതിനെ ഒരിക്കലും സമ്മതിക്കില്ല, കാരണം എന്റെ ടീം ഒരു എലൈ ടീം ആവേണ്ട ടീമാണ് എന്ന് പറഞ്ഞിട്ട് അവൻ പേടിച്ച് നിൽക്കുകയാണ്. അവിടെയാണെങ്കിൽ എല്ലാ ഐസെൽഫും ഇവനെ ഓട്ടിച്ചിട്ട് വളരെ ക്രൂരമായിട്ട് പിടിക്കാൻ പറഞ്ഞ നിലയിൽ നിൽക്കുകയാണ്. ഇവനാണെങ്കിൽ ആ ഒരു അവസരം നോക്കി അവ ഓടുകയാണ് അവിടെ.
അവിടെയാണെങ്കിൽ ഐസെൽഫിലത്തെ ബോസും കൂടെ വരുന്ന കാണിക്കുന്നുണ്ട്. അവിടെ വെച്ച് എപ്പിസോഡ് 1 എൻഡ് ആവുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡ് ഇസ് ഗോയിങ് ടു ബി ക്രേസി. ഞാൻ പറയാൻ നിങ്ങൾക്ക് അത് അറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള സോളോ ലെവലിങ്ങിന്റെ മലയാളം എക്സ്പ്ലനേഷൻ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങൾ കമന്റ് ചെയ്യാനും കൂടെ മറക്കണ്ട. എല്ലാ കമന്റിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച എപ്പിസോഡ് 2 കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ദിസ് ഇസ് ആൻ എക്സ്പ്ലെയിനർ സൈനിങ് ഔട്ട്.